ഇന്നത്തെ നമ്മുടെ ഫുഡ് വെജിറ്റബിൾ തൈര് സാധമാണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. വളരെ ഹെൽത്തി ഫുഡാണ്. ഡൈജഷന് നല്ലതാണ്, വെയിറ്റ് ലോസിന് നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. നമസ്കാരം. ഇപ്പോൾ വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ബോഡി കൂളാവാനും നല്ല എനർജി കിട്ടാനും തൈര്, റൈസ്, കുറച്ച് വെജിറ്റബിളൊക്കെ ഉണ്ടാക്കി ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമ്മളെപ്പോഴും ഹെൽത്തി ഫുഡുകൾ തന്നെ ഈ സമയത്ത് യൂസ് ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക. പക്ഷേ വെള്ളം കുടിച്ചാലും ഇങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഓവർ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു പരിധി കൂടുതൽ വെള്ളമായ ബോഡിക്ക് അത് കേട് തന്നെയാണ്. അപ്പം വർക്കൗട്ട് സെക്ഷൻ പോകുന്നവർക്ക് കാർബോ ആവശ്യമാണ്. അപ്പോൾ ഉച്ചയ്ക്കോ രാവിലെയോ ഈ ഫുഡ് കഴിക്കുക. ഈ വലിയ ചൂടൊക്കെ പോകുന്നിടം വരെ ദിവസത്തിൽ ഒരു പ്രാവശ്യം കഴിക്കാവുന്നതാണ്. അത് കഴിയുമ്പോൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ കഴിക്കാം. എപ്പോഴും നല്ല നമ്മുടെ ഫുഡ് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. ഇതിൽ പുതിനയിലയ്ക്ക് പകരം വേണം നമുക്ക് മല്ലിയില യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്താണ്. നല്ലൊരു ഗ്ലോയിങ് സ്കിന്നും നമ്മുടെ ക്ഷീണമൊക്കെ മാറി നമ്മൾ സെറ്റായിട്ടിരിക്കും. കാർബോ നമുക്ക് ബോഡിയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഓടി ചാടി നടക്കാൻ പറ്റത്തില്ല. അപ്പം ഒരുപാട് ഡയറ്റ് എടുക്കുന്നവർ കാർബോ ഇങ്ങനെയൊക്കെ എന്നും നമ്മൾ പല രീതിയിലുള്ള ഫുഡുകളിലൂടെ ബോഡിക്ക് കൊടുക്കാൻ നോക്കുക. ഒരേ ചാർട്ടിൽ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചാൽ ബോഡിക്ക് അത് ഓക്കെ ആവില്ല. അപ്പം വീഡിയോയിലോട്ട് പോകാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതിന് വേണ്ടത് ക്യാരറ്റ്, പച്ചമുളക്, കുഞ്ഞുള്ളി, തൈര്, തക്കാളി, പുതിനയില, തേങ്ങ, ഇച്ചിരി ജീരകം വേണം, ഉലുവയും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചോറൊന്ന്, ഇത് മിച്ചമുള്ള ചോറ് വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ആ രാവിലത്തെ ചോറ് നമ്മളൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാൻ നമുക്ക് വെക്കാം. അന്നേരത്തേനും ബാക്കി പച്ചക്കറികളൊന്ന് കറക്റ്റ് ചെയ്ത് എല്ലാ പച്ചക്കറിയും നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ചുമന്നുള്ളി, പച്ചമുളക്, പുതിനയില, തക്കാളി നമ്മൾ വേറെ രീതിയിൽ അത് ചേർക്കണം തൈരിൻ്റെ കൂടെ. തേങ്ങയും ജീരകവും കൂടെ വേറെ അരച്ചും എടുക്കണം. അപ്പം ഇതിനെ നമുക്കാദ്യം ഇതിനെ എണ്ണയിലോട്ടിടാം. ഉലുവ നമ്മൾ മൂക്കാനിട്ടിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ റൈസ് തിളയ്ക്കുമ്പോഴത്തേനും നൈസായിട്ട് വഴന്ന് കിട്ടിയാൽ മതി. ഇതിലോട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം. അപ്പം നമ്മുടെ ഈ കഞ്ഞിയിൽ ചെറുതായിട്ടൊന്ന് ചേർക്കാനായിട്ടാണിത്. പുലുവയും ഒക്കെ പച്ചക്കിട്ടാൽ കൊള്ളൂല. അപ്പം ഇതിങ്ങനെ ഉള്ളിയൊക്കെ ആണെങ്കിലും ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇടണം. ഇതിൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി തേങ്ങ അരച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് ചെറിയ ജീരകവും തേങ്ങയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ക്യാരറ്റും ഇലയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. ഉപ്പിട്ടാണ് വഴക്കുന്നത്. തേങ്ങയും ജീരകോടുള്ള അരപ്പരച്ച് വെച്ചിട്ടുണ്ട്. പച്ചത്തക്കാളി, കട്ടത്തൈരും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. കഞ്ഞി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തേങ്ങയുടെ അരപ്പ് മതി. അരപ്പ് ഒഴിച്ചു കൊടുത്തു ഇളക്കുക. നമുക്ക് വെജിറ്റബിൾ ഇടാം. നമ്മുടെ റൈസ് തിളച്ചിട്ടുണ്ട്. അതിൽ തേങ്ങ അരച്ച് ചേർത്തു. ഇനി വെജിറ്റബിൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് നമ്മൾ തീ കെടുത്തണം. തൈര്, തക്കാളി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. ഇതിനൊക്കെ ആവശ്യമുള്ള ഉപ്പുകൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പാത്രം നമ്മൾ അടച്ചു വെക്കുന്നു. അപ്പോൾ ഉച്ചയ്ക്കത്തേന് ഏറ്റവും നല്ലൊരു റൈസിൻ്റെ പ്രിപ്പറേഷനാണ്. ഇടയ്ക്ക് കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ ഇനി വെജിറ്റബിളും തൈരും ഒക്കെ കൂടെ ഇങ്ങനെ സ്വാദം പോലെ ഉണ്ടാക്കി കഴിക്കുന്നത് അതിലും നല്ലതാണ്. ഇനി നമ്മളിത് തണുക്കാൻ വെക്കണം. അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ കഴിക്കുമ്പം ഇതിങ്ങനെ കുറുകി വരും. ഇച്ചിരി കൂടെ വെള്ളം കുറച്ച് എടുത്താലും കുഴപ്പമില്ല. ഇനി മൂടി വെച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ഫുഡാണിത്. ഇതിൽ തക്കാളി വേകാതെ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്യുക. താങ്ക് യു.